ഹായ് ഹലോ. ഇന്ന് നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അതിൽ നമ്മൾ പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അതായത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ നമ്മൾ അറ്റ്, അതുപോലെ ഇന്ന്, ഓൺ എന്ന് പറയുന്ന വേർഡുകളൊക്കെ വരുന്നത്. അതിനൊക്കെ നമ്മൾ പ്രിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രിപ്പോസിഷൻസ് നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ പ്രിപ്പോസിഷൻസ് എവിടെയാണ് നമ്മൾ കണക്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കുക, ഐ ആം ഓൺ ദ വേ എന്നുള്ളൊരു സെന്റൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഐ ആം ഓൺ ദ വേ, ഐ ആം ഓൺ ദ വേ. അപ്പൊ ഇവിടെ നമ്മൾ ഓൺ എന്ന് പറയുന്നൊരു പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ പ്രിപ്പോസിഷൻ ആം ഓൺ ദ വേ എന്നുള്ള ഒരു മീനിങ് നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ സെന്റൻസ് പറയാ ഐ ആം ഓൺ ദ ബസ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ആ തേർഡ് സെന്റൻസിൽ നമ്മൾ പറയുന്നത് ഐ ആം അറ്റ് സ്കൂൾ എന്നാണ്. ഐ ആം അറ്റ് സ്കൂൾ. അപ്പൊ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻസ് അവിടെ ആഡ് ചെയ്യുന്നു. പിന്നത്തെ സെന്റൻസിൽ ഐ ആം ഇൻ ക്ലാസ് എന്നാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. അതേപോലെ ലാസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഐ ആം അറ്റ് ഹോം എന്നാണ്. ഓക്കെ. ഐ ആം അറ്റ് ഹോം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സെന്റൻസുകൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഓൺ ദ വേ, അവിടെ ഓൺ എന്ന് ആഡ് ചെയ്യുന്നു. അതുപോലെ ഐ ആം ഓൺ ദ ബസ് എന്നുള്ളത് ഓൺ എന്നുള്ളത്, ഐ ആം അറ്റ് സ്കൂൾ എന്നുള്ളത് അറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഐ ആം ഇൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്നാണ് വരുന്നത്. ഐ ആം അറ്റ് ദ ഹോം, അതുപോലെ അറ്റ് എന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രിപ്പോസിഷൻസ് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.